പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രാഹുൽ വാണിയമ്പാറ. ഇത് എൻ്റെ വീടിനോട് ചേർന്നുള്ള സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലം പണി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇന്നും രാത്രി ഇവർക്ക് വേണ്ടത്ര സിഗ്നലില്ലാത്ത മൂലം കുറേ പാവങ്ങൾ വന്ന് ഇടിച്ച് കയറി പപ്പട പരിപാടി. അപ്പോൾ ഇന്നും നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ ബാരിക്കേഡൊക്കെ എടുത്തു വെക്കലാണ്. അത് നമ്മളെന്തായാലും ചെയ്യും, വേറെ പാവങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി. എങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ നല്ല രീതിയിലൊരു സിഗ്നൽ സംവിധാനം ഇവിടെ വേണം. അപ്പോൾ ഇതൊന്നും എടുത്തു വെക്കലാണ് നമ്മുടെ പ്രധാന കലാപരിപാടി. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ബൈക്കുകളോ ചെറിയ കാറുകളോ വന്ന് അപകടത്തിൽ പെടുത്തുക എന്നുള്ള ഒരവസ്ഥയാണ്. ദേശീയപാത അതോറിറ്റിക്കാരെടുത്ത് വിളിച്ച് കണ്ടിട്ട് കാര്യമില്ല, അവർ ഇവിടെ മുഴുവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിത്യ സംഭവത്തിലൊന്നും ശരിക്കും ഒരു ശമ്പളം തരാം കേട്ടോ. എനിക്ക് എന്നും കാലത്ത് എനിക്ക് വന്ന് പ്രിയ സുഹൃത്തുക്കളെ, ജീവൻ ഒരാളുടെ പോലും അപകടത്തിൽ പെടരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഏതാനും കുറച്ച് മാസങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് പണി. ഒരു ഡിവൈഡർ കണ്ട പൊളിഞ്ഞു പോയി കിടക്കുന്നത് എത്രയോ മീറ്ററുകൾക്ക് അപ്പുറമാണ്. 544 ദേശീയപാതയിൽ നിന്നും വാണിയമ്പാറയിൽ നിന്നും രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീമുണ്ട്, 5-10 പേര്, എല്ലാവരും സഹകരിച്ചിറങ്ങും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറേ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ചെറിയച്ഛനാണ് വിജയൻകുട്ടി, പഴയ മെമ്പറാണ്, ഈ 8ാം വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ആളുകൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ പ്രദേശവാസികളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തു വെക്കലാണ്. അപകടം പിടിച്ച പണിയാണ്, ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിനെ മറികടന്ന് വേണം ഞങ്ങൾക്ക് ഈ വക പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റാവുന്നവർ നിങ്ങളുടെ പ്രദേശത്തുള്ളത് ചെയ്യുക. പിന്നെ ദേശീയപാത അതോറിറ്റിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിർമ്മാണ കമ്പനിയോട് പറയാനുള്ളത്, ഇത്തിരി സ്ട്രോങ് ആയിട്ടും കുറച്ച് അകലെ മുതൽ നല്ല രീതിയിലുള്ള സിഗ്നൽ വയ്ക്കുക. ഇത് 100 വാഹനങ്ങൾ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒറ്റയടിക്ക് ഇതാവുന്നതാണ് വലിയൊരു പ്രശ്നം വരുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ദേശീയപാതയിൽ നിരവധി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വരും. ഇവിടുത്തെ അനാസ്ഥകൾ കണ്ടാൽ അറിയാം. അപകടം വരുന്ന രീതിയിലുള്ള തരത്തിലുള്ള സിഗ്നൽ സംവിധാനമാണ്. ഇതെന്നും പൊട്ടുക, എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നിലപാട്. അത് മാക്സിമം ഷെയർ ചെയ്യുക.